ഈ ബട്ടൺ ക്ലിക്കിൻ്റെ മെസ്സേജുള്ള ഒരു പ്രോഗ്രാം ഇല്ലേ, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടേ. അപ്പോൾ അത് പ്രോഗ്രാം ആക്കി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പഠിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് ടൈപ്പ് HTML കൊടുത്തു. പിന്നെ HTML സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് കൊടുക്കണം, HTML കൊടുക്കണം. പിന്നെ ഹെഡ് പോർഷൻ കൊടുത്തു. ഹെഡ് പോർഷനകത്ത് നമ്മളെന്താണ് ഒരു ഇവൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ട്രയൽ ഇവൻ്റ് എന്നോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. എന്നിട്ട് ഹെഡ് നമ്മൾ ക്ലോസ് ചെയ്തു. ബോഡിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവൻറ്റ് എഴുതാൻ പോകുന്നത്. സോ നമ്മൾ ജാവ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന എവിടെയാണ്, ബോഡിക്കകത്താണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ബോഡിക്കകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഹെഡിങ് കൊടുത്തു. നമുക്ക് ഇതാണ് അവർ ജനറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെബ് പേജ്, ഇവൻറ്റ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ ഒരു ഹെഡിങ് കൊടുത്തു, ഇവൻറ്റ് ടെസ്റ്റ് എന്നുള്ള ഹെഡിങ് കൊടുത്തു. ഇനി നോക്കിക്കേ, അതിന് തൊട്ട് താഴെ അവരെന്താ ഒരു ബട്ടണാണ് കൊടുത്തേക്കുന്നത്, ക്ലിക്ക് മീ എന്നൊരു ബട്ടണാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബട്ടൻ്റെ കോഡ് എഴുതണം. ബട്ടൻ്റെ കോഡ് എഴുതണം. എങ്ങനെ എഴുതുക, ബട്ടൺ എന്ന് പറഞ്ഞ് എഴുതി അല്ലേ. അതിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇവിടെയുണ്ട്, എന്താ സ്ലാഷ് ബട്ടൺ. ഇതിനകത്താണ് നമ്മൾ എന്ത് എഴുതാനായിട്ടുള്ളത്, നമ്മളുടെ മെസ്സേജ് കൊടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഈ ബട്ടണകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാവ കോഡിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്, JSനെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ആക്ഷൻ, ഒരു ഇവൻറ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ ബട്ടണിലാകുമ്പം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അലർട്ട് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. ഒരു അലർട്ട് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. എന്ത് അലർട്ട് മെസ്സേജാണ് കൊടുത്തേക്കുന്നവർ, യു ക്ലിക്ക് ദ ബട്ടൺ അല്ലേ. യു ക്ലിക്ക് ദ ബട്ടൺ അതാണ് ഇവിടുത്തെ മെസ്സേജ്. ആ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്തു, കോഡ്സിൽ എൻക്ലോസ് ചെയ്തു. എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൻ്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇതായിരുന്നു, അതെന്ത് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഇത്രയും മാത്രം മതിയോ നമുക്ക്. ഈ ബട്ടണകത്ത് നമ്മൾ കാണേണ്ട മെസ്സേജ് എന്താണ്, ക്ലിക്ക് മീ എന്നാണ് അല്ലേ. അപ്പം ഈ ബട്ടൻ്റെ ഇടയിൽ, അതായത് ബട്ടൺ പിന്നെ സ്ലാഷ് ബട്ടൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താണ് നമുക്ക് മെസ്സേജ് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ അവർ വെച്ചേക്കുന്ന മെസ്സേജ് എന്താണ്, ക്ലിക്ക് മീ. എന്താണ് ക്ലിക്ക് മീ അല്ലേ, ക്ലിക്ക് മീ എന്നാണ് ഇവിടുത്തെ മെസ്സേജ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ നിന്നാണ് ചുമ്മാ ക്ലിക്ക് മീ എന്ന് കൊടുത്താൽ പോരാ, ഒരു അലർട്ട് മെസ്സേജ് കൂടെ വെച്ചിട്ട് വേണം നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ. അപ്പോൾ JS കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതുകൊണ്ട് ആ ക്ലിക്ക് മീക്ക് മുന്നേ ആയിട്ട് നമ്മൾ ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെയുള്ള JS കോഡ് കൂടെ നമ്മൾ കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് മീ കൊടുക്കും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ സംഭവം തന്നെയാണ് അവർ ഒന്ന് കസ്റ്റമൈസ് ചെയ്തു ഈ ബട്ടണെ. എന്നിട്ട് എന്ത് ചെയ്തു, ക്ലിക്ക് മീ കൊടുത്തു. അത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ബട്ടൺ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. സോ അതാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു HTML ഇവൻറ്റ് ആട്രിബ്യൂട്ടാണ്. അത് ബ്രൗസറിൻ്റെ അടുത്ത് പറയും, എന്താ പറയുന്നത്, വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ദ എലമെൻറ്റ് റൺ സം ജാവ സ്ക്രിപ്റ്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എന്താണ്, അലേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പോപ്പ്-ഔട്ട് മെസ്സേജ് വരും വിത്ത് ദ മെസ്സേജ്. അവിടെ ആ പോപ്പ്-ഔട്ട് മെസ്സേജിനകത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് എന്താണ്, യു ക്ലിക്ക് ദ ബട്ടൺ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഓക്കെ.